ആട് 3-യുടെ ട്രെയിലർ റിലീസ് ആയിരിക്കുകയാണ്. ഇപ്പൊ റിലീസായത്, ഞാനത് കാണാൻ വേണ്ടി പോകുന്നു. ഭയങ്കര പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയേറെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പടം, അല്ലാണ്ട് ഭയങ്കര ക്യാൻവാസിൽ ഇറങ്ങി നമുക്ക് അത്രയും ഭയങ്കര വിഷ്വൽ കിട്ടും അങ്ങനത്തെ ഒരു പ്രതീക്ഷയൊന്നുമല്ല. കുറെ നാളായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ ഇഷ്ടമുള്ള ഒരു പടമല്ലേ, എന്റർടൈൻമെന്റ് പടം. അതാണ് എനിക്ക് ഈ പടം. പിന്നെ എനിക്ക് ഈ ഫ്രൈഡേ ഫിലിംസിന്റെ പടം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെല്ലാം ഇപ്പോൾ കൂടെ ഒരു കളർഫുൾ ആയിരിക്കും, എന്റർടൈൻ ആയിരിക്കും. ഇങ്ങനെ ബോറില്ലാത്ത പടങ്ങളൊക്കെ കൂടുതലും ഫ്രൈഡേ ഫിലിംസിന്റെ വരുന്നത്. എനിക്ക് അതുകൊണ്ട് അവരുടെ പ്രൊഡക്ഷൻസിലുള്ള പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ആട് ഫസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ആട് സെക്കൻഡ് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ആട് 3 ഇത് കോമ്പറ്റീറ്റീവ് ഇറക്കാൻ പോകുന്നത് വൻ പടങ്ങളിലൂടെയാണ്, ടോക്സിക്കിന്റെ കൂടെയും ദുരന്തറിന്റെയും കൂടെയൊക്കെയാണ്. പക്ഷേ അതൊക്കെ വൻ ബഡ്ജറ്റിൽ വരുന്ന വലിയ ക്യാൻവാസ്, ഇത് ഒരു കൊച്ചു പടം എന്നാൽ പോലും ഒരു തരത്തിലുള്ള ഭയവും ഇല്ല. കാരണം കേരളത്തിൽ അറിയാലോ, ഇവർക്ക് പ്രത്യേക ട്രെൻഡ് ഉണ്ട്. ആട് ടീമിന് ഒരു പ്രത്യേക ട്രെൻഡ് ഉണ്ട്. കണ്ട് നോക്കാം. ഫ്രൈഡേ ഫിലിം ഹൗസ്, കടൽ, ആകാശത്തിനും പഴയ കാലം, ഏതോ ഒരു ലോകത്ത് നിന്ന് ഇത് വന്നിട്ടുള്ളത്. അങ്ങനെ ആ കാരണവുമായി ഞങ്ങളോട് തന്നിട്ടുള്ളത്. എന്തോ അജ്ഞാതമായ ശക്തി ഇതിനുണ്ടത്ര. മൈസൂർ റോക്കറ്റോ? മൈസൂർ റോക്കറ്റ് എന്താ? ഇവിടെ മറ്റേ പഴയതിന്റെ പേരെന്തോന്നാണ്? പഴയ നിധി, അയ്യോ പേരും വിട്ടുപോയി. ഇതന്വേഷിച്ച് പല ദുഷ്ടശക്തികളും പല കാലങ്ങളിലുണ്ട്. ബഡ്ജറ്റ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഷോർട്ട് കൊള്ളാം കേട്ടോ. ഈ പുഴയ്ക്ക് പുറകിലൂടെ നാഗത്താം പാലത്തിന്റെ പണി നടക്കാം. നമുക്ക് ഓരോരുത്തരെയായി ഈ മുക്കാലിയിൽ കയറി നിന്ന് ഇടേ ഞാൻ വിചാരിച്ചു പറ്റാ സാധനം പുതിയൊരു സാധനമായിരിക്കുമല്ലോ. ഇല്ലേ, എനിക്കിത് ആവശ്യം, ഇങ്ങനത്തെ സാധനങ്ങളായിട്ട്. ഇത് ഈ സീരീസ് ഇങ്ങനെ പാടുള്ളൂ. മതിയോ? അത് മതി. സച്ചിൻ പാലം പൊളിച്ചിട്ടാണോ നീ കാശുകാരനാകുന്നത്? ആളുകൾ വിളിക്കും ഹൈ റേഞ്ചിന്റെ. എല്ലാവരും ഇത് ഒരേപോലെ തന്നെ ഇപ്പോഴും നിൽക്കുന്നത്. ആദ്യത്തിൽ എങ്ങനെയായിരുന്നു അതേ ലുക്ക്. ഇനിയാണ് നമ്മുടെ പ്ലാൻ തുടങ്ങുന്നത്. ആ സീൻ ഏതാ? നമ്മുടെ ആടില് പോലീസാണ് തൂക്കി എടുത്തിട്ടുണ്ട്. ആ സീനല്ലേ? ഉമ്മാരൊക്കെ അവനുണ്ടോ? ഫുക്രു എന്താണോ വരുന്നത്? ഒട്ടി നിൽക്കാതെ രണ്ടടി മാറി നിന്ന് കൗണ്ട് ഡൗൺ കേൾക്കണം. സീനാണോ? വേണ്ടി കൊടുത്തിട്ടില്ല. ഡ്യൂട്ട് സ്കോർ ചെയ്യുന്നതാണ് തോന്നുന്നത്. ജയസൂര്യക്കാളും സ്ക്രീൻ പ്രസൻസ് പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എവിടെ നമ്മുടെ അണ്ണവിടെ അറക്കിലൂടെ ഷമീർ എന്റെ ബാക്കിൽ ബാങ്കോക്കും മുന്നിൽ മയാമിയുമാണ്. കം ടു ഡാഡി. Last fight. ഹെവി സാധനം, സാധനം ഈ മറ്റേ നമ്മുടെ കറന്റ് സിറ്റുവേഷനിൽ നടക്കുന്ന സാധനങ്ങളിലൊക്കെ ഒരു ആട് 2ന്റെ ഫ്രെയിമും കാര്യങ്ങളും കളറിങ് പരിപാടിയൊക്കെ തന്നെയാണ്.
പക്ഷെ പഴയ സീരീസ് പോകുമ്പോഴത്തേക്കും അത് അല്പം കൂടെ രസമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അത് അല്പം കൂടെ വിഷയമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. സംഭവം കൊള്ളാം. എല്ലാവർക്കും ഒരു ലൈക്ക് മുന്നത്തില് എല്ലാവർക്കും ഒരു ഈക്വൽ റോൾ ഉണ്ടെങ്കിലും ഷാജി പാപ്പന് ഒരു പുഷ് റോൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ എല്ലാവർക്കും ഒരേ പാറ്റേണിൽ കൊടുത്തിരിക്കണം. ആ പോസ്റ്റർ തന്നെ കണ്ടു വയ്ക്കുന്നു. പോസ്റ്ററൊക്കെ തന്നെ എല്ലാവർക്കും ഒരേ ഈക്വൽ പരിപാടിയല്ലേ കൊടുത്തിരിക്കുന്നത്. ഇത് മിക്കവാറും നിന്ന് എല്ലാവരും കൂടെ അറിഞ്ഞു നിന്ന് സ്കോർ ചെയ്യണ സാധനം തന്നെ ആയിരിക്കും. ആ ഫുക്രൂനൊക്കെ എന്തിനാ വന്ന്? എന്താ പഴയ ടീമിൽ ആരാ മിസ്സായത്? അപ്പം എല്ലാവരും ഇല്ലേ? എന്തായാലും കണ്ടുനോക്കാം. എന്തായാലും ഈ പടം മറ്റേ ഹെവി ടീംസിന്റെ കൂടെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇറക്കി വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്നുള്ള ലെവലില്. ഇവൻ കേരളത്തിൽ വരെ കൊണ്ടുപോകുന്നു. നോക്കാം. ഓക്കെ, താങ്ക് യു.